ക്രിയേഷൻ, ടൈം ഓഫ് ക്രിയേഷൻ ടു ഇറ്റ്സ് ടൈം ഓഫ് ഡിസ്പോസ്. അല്ലേ? ആണോ? ഹലോ? ഓക്കെ. അപ്പോൾ ഇൻഫർമേഷൻ ലൈഫ് സൈക്കിളിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എന്താ ഇൻഫർമേഷൻ ലൈഫ് സൈക്കിളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്? വാല്യൂ ഓഫ് എ ഡാറ്റ ചേഞ്ചസ് ഓവർ ടൈം. ആണോ? ആണോ? അതല്ലേ സെയിൽസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് എക്സാമ്പിള് അല്ലേ അശ്വിൻ? എക്സാമ്പിളാണ് അത്. സെയിൽസ് ഓർഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓർഡറിന് പ്രയോറിറ്റി. അത് ശരിക്കും ആ ഓർഡറിന് പ്രയോറിറ്റി എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് മീൻസ് ഈ ഇൻഫർമേഷൻ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പം ഏത് ഡാറ്റയാണോ ക്രിയേറ്റ് ചെയ്തത്, ഓക്കെ, ഡാറ്റയ്ക്കാണ് അവർ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം ന്യൂലി ക്രിയേറ്റഡ് ഡാറ്റയ്ക്ക് ഹയസ്റ്റ് വാല്യൂ ആണ്. ഓക്കെ. പിന്നീട് എന്ത് വരുന്നു? ടൈം പോകുന്നതിനനുസരിച്ച് അതിൻ്റെ വർക്കിംഗ് അനുസരിച്ച് ഇപ്പോൾ ഓർഡറാണ്, നമ്മുടെ എക്സാമ്പിളിൽ ഒരു കസ്റ്റമർ ഓർഡറാണ് ന്യൂലി ക്രിയേറ്റഡ് ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഓർഡറിൻ്റെ ഫുൾഫിൽമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കുറച്ചങ്ങ് കുറഞ്ഞു അല്ലേ. പിന്നെ അതിന് വീണ്ടും ഇമ്പോർട്ടൻറ്റ് വാല്യൂ വരണമെങ്കിൽ എന്ത് വേണം? ഒന്നല്ലെങ്കിൽ വാറണ്ടി ക്ലെയിം, അല്ലെങ്കിൽ എന്തെങ്കിലും കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഓർഡറിനെ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസോ വരണം. അപ്പോഴാണ് അതിന് വീണ്ടും ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഡാറ്റയ്ക്ക്, ആ ഒരു കസ്റ്റമർ ഓർഡർ ആ എന്ന ഡാറ്റയ്ക്ക് പിന്നെയും വാല്യൂ വരുന്നത്. ഓക്കെ. അപ്പം ഇൻഫർമേഷൻ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ഇതേ ഉള്ളൂ. വാല്യൂ ചേഞ്ചസ് ഓവർ ടൈം. ഇൻഫോർമേഷൻ്റെ വാല്യൂ ചേഞ്ചസ് ഓവർ ടൈം. ഓക്കെ. ഹൈ വാല്യൂ ഉണ്ട്, പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അല്ലേ. ഹൈ വാല്യൂ എന്ന് പറയാൻ കാരണം നമ്മളത് ആ ഒരു എക്സസ് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഈ ഓർഡറിൻ്റെ കേസാണെങ്കിൽ അതെവിടെ എത്തി അല്ലേ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് കറക്റ്റ് ഡെലിവറി ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം, ട്രാക്ക് ചെയ്യാം ആ ഒരു ഓർഡറിനെ. അല്ലേ? ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. അപ്പം ഇൻഫർമേഷൻ ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം ഇന്നലെ ഫുൾ വെർച്വലൈസേഷൻ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിരുന്നു. കണക്ടിവിറ്റി ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. സ്ക്രീൻ വിസിബിൾ ആണോ എന്നൊന്ന് പറയണേ. ഓക്കെ. ഓക്കെ. നമ്മൾ ഫിസിക്കൽ കമ്പോണൻസ് പറഞ്ഞു അല്ലേ. കണക്ടിവിറ്റിയിൽ ഫിസിക്കൽ കമ്പോണൻസ് പറഞ്ഞു. ഇനി സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ് നമ്മുടെ പ്രോട്ടോകോൾസ്. അതാണ് ഇനി പറയാനുള്ളത്. അല്ലേ? ആണോ? ഫിസിക്കൽ കമ്പോണൻസ് നമ്മൾ പറഞ്ഞില്ലേ. പോർട്ട് ഇൻ്റർഫേസ്, കേബിൾ. ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഒന്നുകൂടി പറയണോ കണക്ടിവിറ്റി? എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഹലോ എടാ, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഓക്കെ. സോ കണക്ടിവിറ്റി ഹോസ്റ്റ് സ്റ്റോറേജ് അല്ലെങ്കിൽ ഹോസ്റ്റുകൾ തമ്മിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഫിസിക്കൽ കമ്പോണൻസിൽ ഹോസ്റ്റ് ഇൻ്റർഫേസ് ഡിവൈസ്, പോർട്ട് ആൻഡ് കേബിൾ ഉണ്ട്. ദെൻ പ്രോട്ടോകോൾസിൽ സെയിം
പ്രോസസ്സ് തന്നെയാണ്. എനാബിൾസ് കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ ഹോസ്റ്റ് ആൻഡ് സ്റ്റോർ. ആൻഡ് ഈ ഒരു പ്രോട്ടോക്കോൾ നമ്മൾ എവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം, ഇംപ്ലിമെൻ്റ് ചെയ്യണം? സോഴ്സിലും ഡെസ്റ്റിനേഷനിലും ഇംപ്ലിമെൻ്റ് ചെയ്യണം അല്ലേ? അപ്പം കുറച്ച് പ്രോട്ടോക്കോൾസ്, ഇൻ്റർഫേസ് പ്രോട്ടോക്കോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The protocol interface, the popular interface protocols used for host storage communications are integrated device electronics, advanced technology attachment, smart computer system interface, fiber channel, internet protocol. ഓക്കെ, ഈ സംഭവം എന്തായിരുന്നു? EHBA ഇതെന്തായിരുന്നു? HBA എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഓർക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. ഹലോ, HBA ഇന്നലെ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ ഫിസിക്കൽ കമ്പോണൻസിൽ. ഓക്കെ, ഹോസ്റ്റ് ഇൻ്റർഫേസ് ഡിവൈസ് അല്ലെങ്കിൽ ഹോസ്റ്റ് അഡാപ്റ്ററിൻ്റെ എക്സാമ്പിൾ ആയിട്ട് കണ്ടതാണ് ഹോസ്റ്റ് ബസ് അഡാപ്റ്റർ. ഓക്കെ, ഓക്കെ. അപ്പം നമ്മളിനി നോക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ് പ്രോട്ടോക്കോൾസ്. ഓക്കെ, അതിലെ ആദ്യം ഇൻ്റഗ്രേറ്റഡ് IDE. Okay, integrated device electronics, advanced technology attachment. Okay, a popular interface protocol standard used for connecting storage devices. This protocol supports parallel transmission and therefore is also known as parallel ATA or simply ATA. Okay, അപ്പം സീരിയൽ ATA എങ്ങനെയായിരിക്കും? സീരിയൽ ട്രാൻസ്മിഷൻ അല്ലേ? സിംഗിൾ ബിറ്റ് serial transmission, serial ATA. Okay, then it has variety of standards and names. Okay, അതിൻ്റെ എക്സാമ്പിൾസിൽ വരുന്നുണ്ട് അൾട്രാ DMA 133 വേർഷൻ, ATA വേറൊരു വേർഷൻ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 3 പോയിന്റ് എന്തായാലും അറിഞ്ഞിരിക്കാം. IDE, സീരിയൽ ട്രാൻസ്മിഷന് സീരിയൽ ATA, പാരലലിന് പാരലൽ ATA, സാറ്റ സീരിയൽ ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പം സീരിയൽ ATA പറയുന്നുണ്ട് serial version of IDE ATA specification that replace the parallel ATA. High performance and low cost SATA has largely replaced by parallel ATA in the newer system. SATA revision 3.0 provides a data transfer rate up to 6 gigabytes per second. Okay. ഓക്കെ, പിന്നെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ SCSI, സ്മാർട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. എന്തിനായിരുന്നു? SCSI എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടാവുക? കണക്ഷന് വേണ്ടി തന്നെ അല്ലേ? ആണോ? SCSIയിൽ പാരലൽ ട്രാൻസ്മിഷൻ ആണ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആണ്, സ്കെയിലബിലിറ്റി, കമ്പാറ്റബിലിറ്റി ഒക്കെ ഉണ്ട്. ATA-നെക്കാട്ടും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് SCSI. പക്ഷേ എന്താ പറയുക, ഹൈ കോസ്റ്റ് ആണ്. ഓക്കെ, ഹൈ കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ATA-ൻ്റെ അത്രയ്ക്ക് പോപ്പുലർ അല്ല. ഓക്കെ, അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബസ്സിൽ തന്നെ ഒരു 16 ഡിവൈസസ് സപ്പോർട്ട് ചെയ്യും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇത് ജസ്റ്റ് ഓരോ പ്രോട്ടോകോൾസിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. ഓക്കെ, നമ്മുടെ IDE ATA ഉണ്ട്, പാരലൽ ATA ഉണ്ട്, സീരിയൽ ATA ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ SCSI പെർഫോമൻസിൽ നോക്കുകയാണെങ്കിൽ ATA-നെക്കാട്ടും എത്രയോ ബെറ്റർ ആണ്. ബട്ട് എങ്ങനെയാണ്? എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ദെൻ ഫൈബർ ചാനൽ. another protocol, high speed communication
and it provides gigabit network speed. Okay. Then internet protocol. ഇത് ട്രഡീഷണലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഹോസ്റ്റ് ടു ഹോസ്റ്റ് ട്രാഫിക്കിനുള്ള വേണ്ടിയിട്ടാണ്. ഓക്കെ. It offers several advantages in terms of cost and maturity and enables organization to leverage their existing. Okay. So just നമ്മുടെ ഫിസിക്കൽ കണക്ടിവിറ്റിയിൽ ഫിസിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്ന സമയത്ത് 3 പാർട്സേ വരുന്നുള്ളൂ. ഇന്റർഫേസ് ഡിവൈസ്, പോർട്ട്, കേബിൾ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സമയത്ത്, പ്രോട്ടോകോൾ എന്ന് പറയുന്ന സമയത്ത് ഈ 4 IDE, ATA, SCSI, FC, IP. ഓക്കെ. ഇനി ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക് ഡ്രൈവ് ഇൻ്റർഫേസ് ആണ്. അതിലും ഈ സോഫ്റ്റ്വെയർ പ്രോട്ടോകോൾസ് തന്നെയാണ് വരുന്നത്. DATA, SATA, parallel SCSI, then serial SCSI, SAS. ഓക്കെ. SCSIയുടെ തന്നെ സീരിയൽ ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ. സീരിയൽ ട്രാൻസ്മിഷൻ, സീരിയൽ SCSI എന്ന് പറയുന്ന സമയത്ത് പോയിന്റ് ടു പോയിന്റ് സീരിയൽ പ്രോട്ടോകോളാണത്. ഓക്കെ. അതിൻ്റെ ന്യൂ വേർഷൻ SAS 2.0. ഓക്കെ. അത് 6 gigabits per second സപ്പോർട്ട് ചെയ്യും. മീൻസ് അത്രയും ട്രാൻസ്ഫർ റേറ്റ് ആണ്. ഓക്കെ. കേൾക്കുന്നുണ്ടോ? സോ കണക്ടിവിറ്റി, ആ കണക്ടിവിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പോണൻസ് തന്നെയാണ് ഡിസ്ക് ഡ്രൈവ് ഇൻ്റർഫേസസിൽ വരുന്നത്, പ്രോട്ടോകോൾസ് തന്നെ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കമ്പോണൻസ് എന്ന് പറയുന്നത് സോഴ്സിലും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിലും ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ്. ഹലോ, കേൾക്കുന്നുണ്ടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? റെസ്പോണ്ട് ചെയ്യും പിള്ളേരെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. PPT ലിൻബേസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കോഴ്സ് മെറ്റീരിയൽസിൽ. കണ്ടായിരുന്നോ ആരെങ്കിലും? ഓക്കെ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ജസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ. കാണുന്നില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ? കാണുന്നുണ്ടാ? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ. സോ ഇവിടെ ഇത് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് കമ്പ്യൂട്ട് വെർച്വലൈസേഷൻ, പിന്നെ ഇല്ലസ്ട്രേറ്റ് ഇൻഫർമേഷൻ ലൈഫ് സൈക്കിൾ. ഓക്കെ. 5 മാർക്കിനും 6 മാർക്കിനും. ഇപ്പോൾ കമ്പ്യൂട്ടർ വെർച്വലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു ഡയഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു. ഹൈപ്പർവൈസറിൻ്റെ മുകളിൽ VMs. ഓക്കെ. ഓരോ വെർച്വൽ മെഷീനും ഡിഫറെൻറ്റ് OS റൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ആ ഒരു ഫിഗർ അടക്കം വെച്ചിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ. 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇല്ലസ്ട്രേറ്റ് ഇൻഫർമേഷൻ ലൈഫ് സൈക്കിൾ 6 മാർക്കിന്. അപ്പം ഇൻഫർമേഷൻ ലൈഫ് സൈക്കിൾ എന്താ എന്നുള്ളത് പറയണം.
ഓക്കെ, ഇൻഫർമേഷന് ഇപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. വാല്യൂ ഓഫ് ഇൻഫർമേഷൻ ചേഞ്ചസ് ഓവർ ടൈം എന്നിട്ട് ആ ഒരു നമ്മുടെ സെയിൽസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുക. നമ്മൾ ഇൻഫർമേഷൻ ലൈഫ് സൈക്കിളിൻ്റെ ILM സ്ട്രാറ്റജിയിൽ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് സെൻട്രിക്, ഓക്കെ, ഹെട്രോജീനിയസ് എന്നുള്ള ആ രീതിയിലുള്ള ആ ഒരു പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റും കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് മൊഡ്യൂള്. And how to enable connectivity and communication between host and storage. നമ്മുടെ കണക്ടിവിറ്റി ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫിസിക്കൽ കണക്ടിവിറ്റി, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പോണൻസ്, ഫിസിക്കൽ കമ്പോണൻസും സോഫ്റ്റ്വെയർ കമ്പോണൻസും. ഓക്കെ, ഇവിടെയും ഇൻഫർമേഷൻ ലൈഫ് സൈക്കിളാണ് പറഞ്ഞിട്ടുള്ളത്. വേരിയസ് സ്റ്റേജസ് ഓഫ് ഇൻഫർമേഷൻ ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് എക്സാമ്പിൾ വെച്ച് പറയുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഓർഡർ ചെയ്യുന്നതും ഓക്കെ, ഡിസ്പോസ് ചെയ്യുന്നതും വീണ്ടും വാറണ്ടി ക്ലെയിം വരുന്നതും അതൊക്കെ ആ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. ദെൻ വെർച്വലൈസേഷൻ ആൻഡ് ക്ലൗഡിനെ കുറിച്ച് ചെറിയൊരു നോട്ട് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, കാണുന്നുണ്ടോ അതൊക്കെ? ഹലോ, ഓക്കെ. ഇനി നിങ്ങളുടെ ഇതേ സബ്ജക്റ്റ് തന്നെ IT ഡിപ്പാർട്ട്മെന്റിന് പഠിക്കുന്നുണ്ട്. IT 482 ആണെങ്കിൽ അവിടെ IT 464 ആണ്. ഓക്കെ, നമ്മുടെ സെയിം സിലബസ് തന്നെയാണ് ഈ IT ഡിപ്പാർട്ട്മെന്റിനുള്ളത് കേട്ടോ. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഇന്റർഫേസ് പ്രോട്ടോകോൾ കണക്ടിവിറ്റി തന്നെയാണ്. ദെൻ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് കണക്ടിവിറ്റി ഇൻ ഡീറ്റെയിൽ. ഇത് ഫിസിക്കൽ കമ്പോണൻസിനെ കുറിച്ച് നേരത്തെ ചോദിച്ചത് ഇന്റർഫേസ് പ്രോട്ടോകോൾ ആണ്. സോഫ്റ്റ്വെയർ കമ്പോണൻസ്, ഓക്കെ, IDE, ATA, SCSI, FC, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇത് ഫുൾ സെക്കൻഡ് മൊഡ്യൂളാണ്. What are the essential software parts of a host system in a data center environment? ഓക്കെ, ഡാറ്റാ സെൻറ്റർ എൻവയോൺമെൻറ്റിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? DBMS, ഹോസ്റ്റ്, ആപ്ലിക്കേഷൻ. അപ്പോൾ ആ 3 കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡാറ്റ, ഹൗ ഡാറ്റ ആർ ക്ലാസിഫൈഡ്. അറിയില്ലേ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, ഡാറ്റ എന്താണ്? നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ വെച്ചിട്ടാണ്. ഡാറ്റ എന്താ പറയുക, വി ക്യാൻ സിംപ്ലി define it as facts and figures. Each data is a fact. Okay, അപ്പോൾ ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ശരിക്കും അത് മാത്രമായിട്ടൊരു മീനിങ് ഫുൾ മെസ്സേജ് ഇല്ല അല്ലേ? ആണോ?
ഓക്കെ, അറ്റൻഡൻസ് എടുക്കാം. അഭിലാഷ്, അഭിലാഷ്, അഭിനവ്, അഭിനവ്. ഓക്കെ. അൻസബ്, അനുശ്രീ, അരുൺ, അർജുൻ, സോറി, അർജുൻ, അശ്വിൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, റബീന. ഓക്കെ. ഫജ, ജാസിം, ജാസിം, മിഥിലാജ്, മൃദുല, ജാസിൽ, ജാസിൽ, റമീസ്, ശരത്, ശരത്, സർഗ, ഷപ്ന, സൗരഭ്, സൗരഭ്. ഓക്കെ. ശ്രീരാജ്, സുബീൻ, വിഷ്ണു, അമൃത, അശ്വതി, ഹരിത, ദിദിന, ഹരിത, അമൽ. എന്താണ് ഡാറ്റ? പറഞ്ഞേ. എന്താ ഡാറ്റൻ്റെ എക്സാമ്പിൾ എന്താ പറഞ്ഞേ? ബസ് ടിക്കറ്റ് ഒരു ഡാറ്റാൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ. ഡാറ്റയെ നമുക്ക് എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാം, എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ആണോ? ഓക്കെ, അതന്നെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലല്ലോ. Okay, then write a short note on information life cycle. Different activities included in the process of developing ILM. Okay. ILM കുറിച്ചിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, ഇൻഫോർമേഷൻ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്. ഓക്കെ. ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എന്താണ്, ഈ ILM സ്ട്രാറ്റജീസ് തന്നെ പറയേണ്ടി വരും. ഓക്കെ. 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 ഇത് സെക്കൻഡ് മൊഡ്യൂൾ ആണ്, ഇത് ഫുള്ള്. ദെൻ ഡാറ്റ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽ 8 മാർക്കാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്തൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും കോർ എലമെൻറ്റ്സ് വേണം. ജസ്റ്റ് ഡാറ്റ സെൻറ്റർ എന്താണെന്ന് ജസ്റ്റ് ഒരു 1 സെൻറ്റൻസിൽ പറയാം. ഹൗസ് ആൻഡ് മാനേജ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ എന്നുള്ളത് ജസ്റ്റ് ഒരു 1 സെൻറ്റൻസിൽ പറയാം. അതുപോലെ തന്നെ 5 കോർ എലമെൻറ്റ്സ് എഴുതുക വിത്ത് ഡെഫിനിഷൻ, എക്സാമ്പിൾ എഴുതാം. പിന്നെ പറ്റുവാണെങ്കിൽ ഇവിടെ ഇൻ ഡീറ്റെയിൽ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ശരിക്കും ഏരിയ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. 7 എണ്ണം ഉണ്ടല്ലോ, അവൈലബിലിറ്റി, സ്കേലബിലിറ്റി, സെക്യൂരിറ്റി പറഞ്ഞിട്ട് 7 ക്യാരക്ടറിസ്റ്റിക് ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി, ഡിഫൈൻ ചെയ്യാൻ പോകണ്ട. ഓക്കെ. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് അതിൽ മാനേജ് ചെയ്യുന്നത് മോണിറ്ററിങ്, പ്രൊവിഷനിങ്, ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഓക്കെ. ദെൻ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിലുള്ളതാണ്, സെക്കൻഡ് മൊഡ്യൂളിലുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജാസിം എവിടെയായിരുന്നു? ശരത്ത് എവിടെയായിരുന്നു? പോയാ? ശരത്തും ജാസിമും ഒക്കെ ഇവിടെ ഉണ്ടോ?
റേഞ്ച് ഇഷ്യൂ. ശരത്തിനോ? ശരത്തില്ലേ? പോയാ? ഓക്കെ. ഫസ്റ്റ് മോഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പി പി ടി വായിച്ച് നോക്കിയോ? ഓക്കെ, ഇതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ഓക്കെ കണ്ടു. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ ടെക്സ്റ്റും കൂടി ഞാൻ കോസ്മെറ്റീരിയൽ ഇട്ടാം. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ ഇതിനെക്കാട്ടും എളുപ്പമാണ്, ഫസ്റ്റ് മോഡ്യൂളിനെക്കാട്ടും എളുപ്പമാണ്. സ്റ്റോറേജ് ഡിവൈസസിനെ കുറിച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റീഡാണ്. ഓക്കെ, അത് നാളെ ഡിസ്കസ് ചെയ്യാം.